നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ പരോക്ഷ ചർച്ചകൾ ഒമാനിൽ പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ മധ്യസ്ഥതയിലാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇറാൻ അമേരിക്ക ചർച്ച, ഒമാനിൽ നിർണായക നീക്കങ്ങൾ. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെള്ളിയാഴ്ച രാവിലെ മസ്കറ്റിൽ ഈ ചർച്ചകൾ ആരംഭിച്ചത്. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി ഇറാൻ അമേരിക്കൻ പ്രതിനിധികളുമായി വെവ്വേറെ ചർച്ചകൾ നടത്തി. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് അനുകൂലമായ സാഹചര്യമൊരുക്കുക എന്നതായിരുന്നു ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അമേരിക്കയെ പ്രതിനിധീകരിച്ച് മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, വൈറ്റ് ഹൌസ് ഉപദേഷ്ടാവ് ജാരഡ് കുഷ്ണർ എന്നിവർ പങ്കെടുത്തു. ഇറാന്റെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കണമെന്നും ഇതിനായി ചർച്ചകളിൽ മിസൈൽ പരീക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തണമെന്നുമാണ് അമേരിക്കൻ നിലപാട്. എന്നാൽ ചർച്ചകൾ ആണവ വിഷയത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. നിലവിൽ മസ്കറ്റിലെ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചർച്ചകൾക്ക് ശേഷം ഇരുവിഭാഗവും താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങി. തർക്കവിഷയങ്ങളിൽ ധാരണയിലെത്താൻ ഒമാൻ തുടർന്നും മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് മേഖലയിൽ കടുത്ത ആശങ്കയുയർത്തുന്നുണ്ട്.